ന്യൂസ് 18 ലഭിച്ചു. ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ആയി മുരാരി ബാബുവിന് സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മുരാരി ബാബുവിനെ നിയമിച്ചു. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഇത്തരം തട്ടിപ്പുകൾ ഫലത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന ക്രമക്കേടുകൾ, രസീതില്ലാതെ നടത്തിയ പണപ്പിരിവുകൾ, നാഗപ്പാത്തി അനധികൃതമായി പിടിപ്പിച്ചത്, അവിടെയുണ്ടായ തീപിടുത്തം ഒളിച്ചു വെക്കാൻ നടത്തിയ ശ്രമം, ഇതിലെല്ലാം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരം സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി എന്നത് മാത്രമല്ല ആചാര ലംഘനം പോലും നടത്തി തീപിടുത്തത്തെ തുടർന്ന് മുരാരി ബാബു എന്നുള്ളതാണ്. ഇയാൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങൾക്കും പല പ്രശ്നവിധിക്ക് അടക്കം പോയത് എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ട്. തന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ, അക്കാലത്തെ ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കൽ അടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് ഫലത്തിൽ തള്ളിയതാണ്. ഈ റിപ്പോർട്ടിന് ശേഷം തന്നെ ക്ലീൻ ചിറ്റ് നൽകിയതാണ് എന്ന് അദ്ദേഹം മുരാരി ബാബു തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദേവസ്വം വിജിലൻസ് SP ആണ് മുരാരി ബാബുവിനെതിരെ അന്വേഷണത്തിന് നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പ് ക്രിമിനൽ നടപടി പ്രകാരം അന്വേഷിക്കേണ്ട ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്ന് ദേവസ്വം ബോർഡ് 2022 റിപ്പോർട്ട് നൽകുന്നത്, ഇയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. മാത്രമല്ല ഏറ്റുമാനൂരിലെ ക്രമക്കേട് റിപ്പോർട്ടെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ മുരാരി ബാബുവിന് പ്രൊമോഷനാണ് ഫലത്തിൽ നൽകുന്നത്. പിന്നീട് ശബരിമലയുടെ ചുമതല, എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ചുമതല അടക്കം നൽകുന്നു. കഴിഞ്ഞ സീസൺ വരെ, ഈ കഴിഞ്ഞ ജൂലൈ വരെ ഫലത്തിൽ അദ്ദേഹത്തിന് ആ ചുമതലയിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2019 ഉണ്ടായ സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ ഈ സമീപത്തടക്കം നടന്ന വിവാദത്തിലടക്കം മുരാരി ബാബുവിന്റെ പങ്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതായത് സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം അന്വേഷണം നടത്തേണ്ട ഒരു സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകിക്കൊണ്ട് അയാളെ സംരക്ഷിക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബു മാത്രമാണോ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്ന സംശയവും ഫലത്തിൽ ഉയരുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. കടകംപള്ളി തനിക്കെതിരെ നോട്ടീസ് അയച്ചത് UDF സമരത്തിനെതിരെ പ്രതിരോധം തീർക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊള്ളക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ സമരവുമായി മുന്നോട്ടു പോകും. വിഷയം കോടതി കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പ വിഗ്രഹവും കൂടി മോഷണം പോയനെ എന്നും VD സതീശൻ പറഞ്ഞു. അതൊക്കെ വെറുതെ ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കോടീശ്വരർ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് പറയേണ്ട അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. ഇനി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്താ പറയുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 2019 കുഴപ്പം മുഴുവൻ നടന്നതാണ്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്താ പറയുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അന്നാണ് കുഴപ്പം നടന്നത്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2019 കുഴപ്പം നടന്നു എന്ന് പറഞ്ഞു. കോടതി ഇത് വിറ്റെന്നാണ് പറഞ്ഞേക്കണം. ഇത് സ്വർണം മാറ്റിയെന്നല്ല, വേറെ ഒരു ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഒറിജിനൽ ദ്വാരപാലക കട്ടള കൊണ്ടുപോയി, കതക് കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിളിച്ചു വരുത്തിയെന്നാണ്. അയ്യപ്പ വിഗ്രഹം കൂടി പോയേനെ, കോടതി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നു. ന്യൂസ് 9 ഇനി ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ഇന്ത്യക്കൊപ്പം UK. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെ മഹാരാഷ്ട്ര രാജ്ഭവനിൽ ആയിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സ്വതന്ത്ര വ്യാപാര കരാറായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. ഇന്ത്യ, പസഫിക്, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിർണായക പ്രാദേശിക വിഷയങ്ങളും ഇരുവരും സംസാരിച്ചു. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും കൂടിക്കാഴ്ച നടത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് സ്റ്റാർമർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം UKയിലെ വ്യവസായ പ്രമുഖരും പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരും സാംസ്കാരിക നേതാക്കളുമടക്കം 126 പേരുടെ സംഘവുമുണ്ടായിരുന്നു. മുംബൈയിലെ മഹാരാഷ്ട്ര രാജ്ഭവനിൽ വെച്ചാണ് മോദിയും സ്റ്റാർമറും കൂടിക്കാഴ്ച നടത്തിയത്. ജൂലൈയിൽ മോദിയുടെ UK സന്ദർശനത്തിനിടെ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാറായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. ഊർജം, പ്രതിരോധം, വ്യവസായം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുമെന്ന് ചർച്ചയിൽ തീരുമാനമായി. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. UKയിലെ 9 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുമെന്നും പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തമാക്കുമെന്നുമുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി നടത്തി. पिछले वर्ष हमने
इंडिया यूके टेक्नोलॉजी सिक्योरिटी इनिशिएटिव लॉन्च किया। इसके तहत हमने क्रिटिकल एंड इमर्जिंग टेक्नोलॉजी में ज्वाइंट रिसर्च और इनोवेशन के लिए एक मजबूत मंच तैयार किया। आज प्रधानमंत्री स्टार्मर के साथ शिक्षा क्षेत्र का अब तक का सबसे बड़ा और प्रभावशाली प्रतिनिधिमंडल आया है। यह बहुत खुशी की बात है कि अब यूके की 9 यूनिवर्सिटीज भारत में कैंपस खोलने जा रही है। നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞാണ് കെയർ സ്റ്റാർമർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച അത്ഭുതകരമാണ്. ആ വളർച്ചയിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ബ്രിട്ടന് സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയിൽ സ്റ്റാർമർ മോദി അഭിനന്ദിക്കുകയും ചെയ്തു. UK-India comprehensive economic and trade agreement in July, a breakthrough moment, years in the making, slashing tariffs, increasing access to each other's markets to drive growth and create jobs for our people and making life better in both of our nations. India's growth story is remarkable. I want to congratulate the Prime Minister on his leadership, aiming to be the world's 3rd largest economy by 2028. സംയുക്ത ചർച്ചയ്ക്ക് പിന്നാലെ പഹൽഗാം ഭീകരാക്രമണത്തെ അനുശോചിച്ച് ഇന്ത്യയും ബ്രിട്ടനും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇരു രാജ്യങ്ങളും തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് മോദിയും സ്റ്റാർമറും വ്യക്തമാക്കി. ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്താനും ചർച്ചയിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പുറമെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഖലിസ്ഥാൻ ഭീകരവാദവും ചർച്ചയായി. തീവ്രവാദവും അക്രമവും ലക്ഷ്യമിടുന്നവരെ പൗരസ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് മോദി വ്യക്തമാക്കി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ചർച്ചയുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. മനു ഭരത്തുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഖലിസ്ഥാനികളെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കാനഡ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു ഇന്ത്യ വിരുദ്ധം എന്ന നിലയിൽ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി നിയന്ത്രണം ഉണ്ടാകണം, അവരെ നിലയ്ക്ക് നിർത്തണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം പഹൽഗാം പോലെയുള്ള ഭീകരാക്രമണവും ചർച്ചയുടെ ഭാഗമായി പരാമർശിച്ചു പോയല്ലോ. അഭിലാഷ്, ഇവിടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം എന്നീ മേഖലകളിൽ വലിയ തോതിൽ ചർച്ച നടന്നു. ഇന്ത്യ UK സഹകരണത്തിന് വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനപ്പുറത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള ബൃഹത്തായ ഒരു ചർച്ച ഈ കൂടിക്കാഴ്ചയിൽ നടന്നു എന്നാണ് ഇപ്പോൾ വിക്രം മിശ്രി വ്യക്തമാക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഖാലിസ്ഥാൻ വാദികൾ നേരത്തെ കാനഡ ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാർമി സർക്കാർ വന്നതോടുകൂടി അത് ഏറെക്കുറെ നഷ്ടമാകുന്ന ഒരു നിലയിലേക്കാണ് വരുന്നത്. മറ്റ് ഒരു വലിയ രാജ്യം എന്നത് ഈ സിഖുകാർ കൂടുതൽ അധിവസിക്കുന്ന ഒരു രാജ്യം ആണ് UK. സ്വാഭാവികമായും ഇത് അവിടെ പടരുന്നുണ്ടോ എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. ഇത് സംബന്ധിച്ച ഇൻ്റലിജൻസ് വിവരങ്ങൾ വളരെ കൃത്യമായി ശേഖരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ വലിയ തോതിലുള്ള പൗരസ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുമൊക്കെ ഉള്ള അവസരമുണ്ട്. ഇത് ദുരുപയോഗം ചെയ്ത് തീവ്രവാദത്തിന് ഒരു വേദിയാക്കാൻ ആളുകൾ ശ്രമിക്കും. അത് ഒഴിവാക്കാൻ ഉള്ളൊരു ശ്രമം വേണം എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. കാനഡയോടും ഈ തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നടത്താൻ പദ്ധതിയിടുന്നവർക്ക് ആ ദേശത്തിൻ്റെ നിയമങ്ങളും അതുപോലെ പൗരസ്വാതന്ത്ര്യവും ഒരു വേദിയാക്കി കൊടുക്കരുത്, അത് ദുരുപയോഗം ചെയ്യാൻ അവസരം കൊടുക്കരുത് എന്ന് കാനഡയോട് ഇന്ത്യ അഭ്യർത്ഥിച്ച അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ ഈ UK-യോടും അഭ്യർത്ഥിക്കുന്നത്. ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. സംയുക്തമായ ഒരു നീക്കം ആണ് ഈ കാര്യത്തിൽ ഇന്ത്യയും UK-യും തമ്മിൽ വേണ്ടത് എന്ന് മോദി വ്യക്തമാക്കുന്നു. അതോടൊപ്പം ചില സൈനിക ഇടപാടുകൾ കൂടി ഇതിൻ്റെ ഇടയിൽ നടന്നതായാണ് ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വരുന്നത്. ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽ സിസ്റ്റത്തിൻ്റെ ഒരു ഉപയോഗം ഇന്ത്യയിലേക്ക്, UK നിർമ്മിതമായ ഇത്തരം സംവിധാനങ്ങളുടെ ഉപയോഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ മാരിടൈം ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇന്ത്യൻ നാവൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നതിനായുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ സൈനികമായുള്ളൊരു നീക്കത്തിന് ഇന്ത്യ UK ബന്ധം വരുന്നു. തീവ്രവാദത്തിനെതിരെ ഒരു കൂട്ടായ നീക്കം വരുന്നു. അങ്ങനെ ഒരു സുരക്ഷാ മേഖലയിൽ വലിയ ഒരു ഐക്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നത് എന്നാണ് ഈ ചർച്ചയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. യെസ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ
ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയുടെ ഭാഗമായി. അതേസമയം തന്നെ നമുക്ക് അടുത്ത വാർത്തയും ചേർത്ത് വെക്കേണ്ടത് പഹൽഗാമുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റ തിരിച്ചടിക്ക് പകരം വീട്ടാൻ ജെയ്ഷെ മുഹമ്മദിന്റെ പടയൊരുക്കം എന്നതാണ് പുതിയ വാർത്ത. ഇതിനായി സ്ത്രീകളെയും ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാൻ ആണ് തീരുമാനം. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരൻ യൂസഫ് അസറിന്റെ ഭാര്യയും മസൂദ് അസറിന്റെ സഹോദരിയുമായ സാദിയ അസർ ആണ് വനിതാ വിഭാഗത്തെ നയിക്കാൻ പോകുന്നത്. ജമാഅത്ത് ഉൽ മാമിനോറ്റ് എന്നാണ് സ്ത്രീകളുടെ ഭീകര സംഘടനയുടെ പേര്. ജെയ്ഷെ മുഹമ്മദ് ഇതാദ്യമായാണ് സ്ത്രീകളെ നേരിട്ട് ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, ജെയ്ഷെ മുഹമ്മദ് പിന്തുടരുന്ന ശീലങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകളെ ആയുധങ്ങൾ നൽകി വിടാതിരിക്കുക എന്നുള്ളതാണ്. അവരെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭീകരവാദ സേനയുടെ ഭാഗമാക്കുകയാണ് നേരിട്ട് സ്ത്രീകളെ. ഒരുപക്ഷെ ഇനി സ്ത്രീകളെ ചാവേറാക്കിക്കൊണ്ടുള്ള പുതിയ തന്ത്രം തന്നെയാകാം ജെയ്ഷെ മുഹമ്മദ് പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അഭിലാഷ്, കൃത്യമായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തിരിച്ചടിയാണ് ജെയ്ഷെ മുഹമ്മദിന് മസൂദ് അസറിന്റെ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് ഭീകരർ കൊല്ലപ്പെട്ടു, അവരുടെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രം നശിപ്പിക്കപ്പെട്ടു തുടങ്ങി വലിയ നാശനഷ്ടങ്ങൾ ജെയ്ഷെ മുഹമ്മദിനുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ത്രീകളെ കൂടി കൊണ്ടുവന്ന് അവരുടെ ഒരു പ്രവർത്തന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും കൂടുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനും സ്ത്രീകളെ കൂടി ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തന രീതി അവർ മാറ്റിയിരിക്കുന്നത്. ഇതിന് മസൂദ് അസർ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരും. ഇതിൽ ഒക്ടോബർ 8 മുതൽ, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെ അവിടെ സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ബഹാവൽപൂരിലുള്ള മർക്കസ് ഉസ്മാൻ ഒ അലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റ് നടക്കുക. ഇതിൽ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യൂസഫ് അസറിന്റെ ഭാര്യയും മസൂദ് അസറിന്റെ സഹോദരിയുമായിട്ടുള്ള സാദിയ അസറാണ് ഈ വനിതാ വിഭാഗത്തെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൽ ഉണ്ടായിരുന്ന കമാൻഡർമാരുടെ ഭാര്യമാർ, അതുപോലെ പാകിസ്ഥാനിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ കൂടി ഈ തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക് അടുപ്പിക്കുക, അതുവഴി ഇന്ത്യയിലേക്ക് അടക്കം ഭീകരവാദം വളർത്തുക, ഇന്ത്യയിലടക്കം ചാവേർ ആക്രമണം നടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പദ്ധതിയിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ LTTയും ISISും തുടങ്ങിയിട്ടുള്ള സംഘടനകളെല്ലാം സ്ത്രീകളെ ഭീകരവാദത്തിനും ചാവേറായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ എന്നാൽ ജെയ്ഷെ മുഹമ്മദ് അടക്കം ഹിസ്ബുൾ മുജാഹിദീൻ അടക്കം ഉള്ള സംഘടനകൾ സ്ത്രീകളെ നേരിട്ട് യുദ്ധ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ രീതി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സ്ത്രീകളെ കൂടി കൊണ്ടുവന്ന് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള സെർച്ച് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരെ സെർച്ച് ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾ ഉപയോഗിച്ച് കൂടുതൽ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ സ്ത്രീകളെ കൂടി നേരിട്ട് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നത്. മാത്രമല്ല, അസറിന്റെ കുടുംബത്തിലെ നിരവധി പേർ അന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട, സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട സാദിയ അസറിനെ തന്നെ അതിൻ്റെ വനിതാ വിഭാഗത്തെ നയിക്കാൻ കൊണ്ടുവരുമ്പോൾ അത് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു പക കൂടി അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ ഒരു പകരം വീട്ടലിന് അവരെ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടിയായിരിക്കാം, അല്ലെങ്കിൽ തീരുമാനമായിരിക്കാം ഒരു പക്ഷേ സാദിയ അസറിനെ തന്നെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതല ജെയ്ഷെ മുഹമ്മദ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയുള്ള സംഘടനകൾ ഒരുപക്ഷെ ജെയ്ഷെ മുഹമ്മദിന് പിന്നാലെ ഇപ്പോൾ ഒരു ചുവട് പിടിച്ചുകൊണ്ട് വനിതകളെ കൂടി ഭീകരവാദത്തിലേക്ക് നേരിട്ട് പങ്കെടുപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നു വരുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവർ നേരത്തെ ബഹാവൽപൂരിലുണ്ടായിരുന്ന മുദ്രിക ആണ് നേരത്തെ തകർത്തത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ. അതിന് പകരം ഇപ്പോൾ അവർ ഖൈബർ പക്തൂൺവാലയിലേക്ക് അവരുടെ കേന്ദ്രങ്ങൾ മാറ്റിയിരിക്കുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ഖൈബർ പക്തൂൺവാലയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബഹാവൽപൂരിലുള്ള മർക്കസ് ഉസ്മാൻ ഒ അലിയിലേക്ക് അവിടെ സ്ത്രീകളുടെ സംഘടനയെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ജെയ്ഷെ മുഹമ്മദ് തീരുമാനിച്ചിരിക്കുന്നത്. അഭിലാഷ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയുണ്ട്. 11 തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയത്. ആ ആക്രമണത്തിൽ തകർന്ന
തീവ്രവാദ സംഘങ്ങൾ ഇപ്പോൾ തലപൊക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വനിതാ സംഘത്തെ കൂടി നിയോഗിക്കുന്നത്. അത് ഇന്ത്യയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വനിതകളെ സാധാരണയായി ഇങ്ങനെ ഈ സംഘത്തിൻ്റെ ഭാഗമാക്കാറില്ല. ഇപ്പോഴിതാ മറ്റൊരു തന്ത്രം കൂടിയാണ് ഈ തീവ്രവാദ സംഘടനകൾ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഗാസയിൽ കരാറായി. ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ധാരണയിൽ ഇരു പ്രതിനിധികളും ഒപ്പിടുന്നത് കാണാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, 2 വർഷമായി തുടരുന്ന യുദ്ധം അതിന് അവസാനമാകുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം സ്വാഗതാർഹവും ലോകത്തിന് തന്നെ സമാധാനം നൽകുന്ന ഒരു സന്ദേശവും കൂടിയാണ്. പക്ഷേ ഇതിനി വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തേതുപോലെ തന്നെ ഒരു സമാധാന കരാറിലേക്ക് പ്രതിസന്ധികളില്ലാതെ തന്നെ കടക്കാൻ സാധിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, 2 സുപ്രധാന കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒന്നാമത്തേത്, ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേർന്ന് വെടിനിർത്തലിന് കരാറിന് ഒരു അന്തിമ അംഗീകാരം നൽകിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇസ്രായേൽ സമയം 5 മണി, അതായത് നമ്മുടെ ഇവിടുത്തെ 7:30-ക്ക് ഈ ക്യാബിനറ്റ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന സൂചന. എന്നാൽ 7:30യോടുകൂടി ഈ ക്യാബിനറ്റ് ആരംഭിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അവിടുത്തെ 8 മണി, അതായത് ഇവിടുത്തെ 10:30യോടുകൂടി ഈ ക്യാബിനറ്റ് ചേരുകയും ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലഭിക്കാതിരുന്നാൽ ഒരുപക്ഷെ സംഗതികൾ കൈവിട്ടു പോകാം. പക്ഷേ ലഭിക്കുമെന്ന ഏറെക്കുറെ വിശ്വാസത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ വന്നാൽ തിങ്കളാഴ്ചയോടുകൂടി ഈ ബന്ദികളുടെ മോചനം സാധ്യമാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ദൂതൻ അവിടെ ഈജിപ്തിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു സുപ്രധാന കാര്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തെ നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു എന്നാണ്. മോദി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ട്രംപിനോട് സംസാരിച്ചു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്ന് എക്സിൽ കുറിച്ചിരിക്കുന്നു. ഗാസയിലെ ഈ സമാധാന ഉടമ്പടിയെ ഒരു ചരിത്ര സംഭവമായാണ് പ്രധാനമന്ത്രി എക്സിൽ വിശദീകരിക്കുന്നത്. അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തി. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് നെഗോഷിയേഷൻസിനെ പറ്റി, അതായത് ഈ വ്യാപാര ബന്ധങ്ങളെ സംബന്ധിച്ചും ഒരു അവലോകനം നടത്തി. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് നീങ്ങാൻ, അല്ലെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് നീങ്ങാൻ ഉള്ള ഒരു ശ്രമം നടത്താം എന്ന് ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്ന് നരേന്ദ്രമോദി ട്രംപിനെ അനുമോദിച്ചുകൊണ്ടുള്ള തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വശത്ത് ലോകത്തിന് വലിയ പ്രത്യാശ നൽകുന്നു. ഇപ്പോൾ ഈ സമാധാന ദൗത്യത്തെ ഇറാൻ സ്വാഗതം ചെയ്തിരിക്കുന്നു, UK സ്വാഗതം ചെയ്തിരിക്കുന്നു, ഇറ്റലിയുടെ ജോർജിയ മെലോണി സ്വാഗതം ചെയ്തിരിക്കുന്നു, ലെബനൻ്റെ ഔറോൺ സ്വാഗതം ചെയ്തിരിക്കുന്നു, സൗദി അറേബ്യ, UAE, അങ്ങനെ ഫ്രാൻസ് തുടങ്ങിയ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈജിപ്ത് പ്രസിഡന്റ് ആകട്ടെ അബ്ദുൽ ഫത്താഹ് അൽ സിസി പറയുന്നത് അതൊരു വലിയ നേട്ടമായി, ചരിത്ര നേട്ടമായി പറയുന്നു. ഒപ്പം തന്നെ പല രാജ്യങ്ങളും വേണമെങ്കിൽ ഗാസയിലേക്ക് സമാധാന സേനയെ അയക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. പാലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറ്റവാളികളും തടവുകാരും ഒക്കെയായി ബന്ദികളുമൊക്കെയായി കൊണ്ടുപോയിട്ടുള്ള ഏതാണ്ട് 2000-ഓളം പേരുടെ മോചനം ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ 250 പേരെ തടവിന് വിധിച്ച ഒരു സാഹചര്യം ഉണ്ട്, ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മോചനം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അതിനിടയിൽ അവിടെ നിന്ന് ഇസ്രായേൽ വക്താവ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ബെദ്രോഷിയാൻ പറയുന്നത് മാർവാൻ ബർഗൌത്തി എന്ന ഒരു പ്രത്യേക തടവുകാരനെ ഒഴികെ മറ്റുള്ള എല്ലാവരെയും വിടാനുള്ള ഒരു തീരുമാനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് വിട്ടുകിട്ടും? ഇതൊക്കെ ലോകം വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുമ്പോഴാണ് ഇസ്രായേൽ ക്യാബിനറ്റിൻ്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്.
അതിന് ഇനി അധിക സമയമില്ല, ഇന്ന് തന്നെ അത് നടക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് ഏറെക്കുറെ പറയാനാകും. ഇതൊരു സമാധാന കരാറല്ല, ഇതൊരു വെടിനിർത്തൽ കരാറാണ് എന്നത് ഓർക്കണം. വെടിനിർത്തിയതിന് ശേഷം പൂർണ്ണമായ ഒരു സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പ് കുറെ കൂടെ വേഗത്തിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. യെസ്, മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സമാധാനത്തിന്റെ ചുവടുവെപ്പ് എന്ന് തന്നെ പ്രതീക്ഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലനം ആണ് എന്നാണ് മോദി പറയുന്നത്. ബന്ദികളുടെ മോചനവും മാനുഷിക സഹായവും ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുമെന്നും മോദി എക്സിൽ കുറിച്ചു. ഇത് ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഗാസ സമാധാന കരാറിനെ അഭിനന്ദിച്ചു. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നു. UK ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നും സ്റ്റാർമർ പറഞ്ഞു. I strongly welcome the news that a deal has been reached on the first stage of the peace plan in Gaza. This is a moment of profound relief that we felt around the world, but particularly for the hostages, their families, and for the civilian population of Gaza, who have all endured unimaginable suffering over the last 2 years. I'm grateful for the tireless diplomatic efforts of Egypt, Qatar, Turkey, United States and many others in securing this crucial first step. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ എത്തി. 8 ദിവസത്തെ സന്ദർശനത്തിനായാണ് മുത്തഖി ഡൽഹിയിൽ എത്തിയത്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം ഒരു താലിബാൻ നേതാവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന് വിദേശ രാഷ്ട്ര തലവന്മാരുടെയും മന്ത്രിമാരുടെയും പതിവ് സന്ദർശനങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി അനൌദ്യോഗിക ആശയവിനിമയവും സഹകരണവും സജീവമാണെങ്കിലും അവിടെ നിലവിലുള്ള താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഈ സന്ദർശനം വഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക നയതന്ത്ര ബന്ധം നിലവിൽ വന്നേക്കാം. നിലവിൽ റഷ്യ മാത്രമാണ് ഇതുവരെ താലിബാന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ഏക രാജ്യം. അഫ്ഗാനുമേലുള്ള സ്വാധീനം, ഭൗമരാഷ്ട്രീയ ഘടകങ്ങളിൽ നിർണായക സ്ഥാനത്തുള്ള അയൽരാജ്യവുമായുള്ള സൗഹൃദം, അവിടുത്തെ ധാതു വിഭവങ്ങളിലുള്ള സാധ്യതകൾ, അഫ്ഗാനും കടന്ന് അപ്പുറമുള്ള രാജ്യങ്ങളിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഇടത്താവളമാകാനുള്ള സാധ്യത എന്നീ ഘടകങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു റഷ്യയുടെ നീക്കം. ഇക്കാര്യങ്ങൾ ഇന്ത്യയും മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ദുബായിൽ മുത്തഖിയുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചർച്ചകൾ നടത്തിയിരുന്നു. സാംസ്കാരിക വിനിമയം, അഫ്ഗാന്റെ വികസന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, ഭൂകമ്പം പോലെയുള്ള ദുരന്തഘട്ടങ്ങളിലെ ജീവകാരുണ്യ സഹായം എന്നിവ സഹകരണത്തിന്റെ ഭാഗമായി ആഗ്രഹിക്കുന്നുണ്ട് കാബൂൾ. 8 ദിവസത്തെ സന്ദർശന കാലയളവിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ഉഭയകക്ഷി സഹകരണം, വ്യാപാരം, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ, ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി മുത്തഖി കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സാഹിത്യ ദാർശനികതയ്ക്ക് നൊബേൽ. ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്ക് സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ സമ്മാനം. ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ പ്രധാന പേരുകളിൽ ഒന്നായ ലാസ്ലോ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും 2015 മാൻ ബുക്കർ പുരസ്കാര ജേതാവുമാണ്. അപ്പോക്കലിപ്റ്റിക് ഭീകരതയുടെ നടുവിലും കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന ശ്രദ്ധേയവും ദർശനാത്മകവുമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരം എന്നാണ് നൊബേൽ കമ്മിറ്റി വിലയിരുത്തിയത്. 1954 ജനുവരി 5 ഹംഗറിയിലെ ഗൂല നഗരത്തിലാണ് ലാസ്ലോ ക്രാസ്നഹോർക്കയുടെ ജനനം. 1985 പ്രസിദ്ധീകരിച്ച സാറ്റാൻഗോ എന്ന ആദ്യ നോവലിലൂടെ തന്നെ ഹംഗറിയിലെ സാഹിത്യരംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ചു. ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമർ എന്നിവയാണ് പ്രധാന കൃതികൾ. ഈ വർഷം പ്രസിദ്ധീകരിച്ച ഹെർഷറ്റ്,
മികച്ച സമകാലിക ജർമ്മൻ നോവലായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അക്രമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അസാധ്യമായ സംയോജനമെന്നാണ് നോബൽ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഡിസംബർ 10-നാണ് നൊബേൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. 10 കോടി രൂപയാണ് സമ്മാനത്തുക. ലിറ്റററി ഡെസ്ക്, ന്യൂസ് 18. ഭൂട്ടാൻ കാർകടത്തൽ പിന്നിന്. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ദുൽഖർ സൽമാൻ അടക്കമുള്ള വാഹന ഉടമകളെ ചോദ്യം ചെയ്യാൻ ഇ ഡി. ദുൽഖറിന് പുറമെ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവർക്കും ഇ ഡി സമൻസ് അയക്കും. റെയ്ഡിൽ വാഹന ഇടപാടുകളുടെ നിർണായക രേഖകൾ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. വാഹന ഉടമകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഭൂട്ടാൻ കാർ കള്ളക്കടത്തിന് പിന്നിലെ സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് ഇ ഡി. കള്ളക്കടത്തിന് പിന്നിൽ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സ് എന്നും ഭൂട്ടാനിൽ നിന്ന് 16 വാഹനങ്ങൾ വാങ്ങിയതായി കോയമ്പത്തൂർ സംഘം സമ്മതിച്ചു എന്നും ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ കോയമ്പത്തൂരിലെ ഇടനിലക്കാർ വഴി സിനിമാ താരങ്ങളടക്കം വാങ്ങിയതിൽ വലിയ തരത്തിലുള്ള ഫെമ ചട്ടലംഘനം ഉണ്ടെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ 17 ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ഇതിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഷൈൻ മോട്ടോഴ്സ് എന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം വഴിയാണ് പ്രധാനമായും കടത്തിയ വാഹനങ്ങളെല്ലാം എത്തുന്നത്. ഇതിൽ 2 പേരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒന്ന് സത്വിക് ഭാഷ, 2 ഇമ്രാൻ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കടത്തിന് പ്രധാനമായും മുന്നിൽ നിൽക്കുന്നതെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ NOCകൾ ഉപയോഗിച്ച് ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി വാഹനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നു എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ. എന്തായാലും ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇവരുടെ കയ്യിൽ നിന്നും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും ചില ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇവർക്ക് ഭൂട്ടാനിൽ നിന്നും ഈ വാഹനങ്ങൾ ഇവർക്ക് കടത്തുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത് ആർമിയിലെ മുൻ ഉദ്യോഗസ്ഥനാണ് എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒരു ഇടനിലക്കാരൻ ഇവർക്കൊപ്പമുണ്ട്. ഇടനിലക്കാരനായിട്ടുള്ള അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. ഭൂട്ടാനിൽ നിന്നും 16 വാഹനങ്ങൾ വാങ്ങിയതായാണ് കോയമ്പത്തൂരിലെ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഒപ്പം ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുത്തു എന്നുകൂടി ഇ ഡി പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ കോയമ്പത്തൂർ സംഘങ്ങളിൽ നിന്നും ആരൊക്കെയാണ് വാഹനങ്ങൾ വാങ്ങിയത്, ഇവർക്ക് എങ്ങനെയാണ് പണം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇ ഡി ഈ അന്വേഷണത്തിന്റെ പുറകിൽ തന്നെയാണ് ഇപ്പോഴും. സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഷെയ്ൻ നിഗം ചിത്രം ഹാലിനെതിരെ വിചിത്രവാദവുമായി സെൻസർ ബോർഡ് രംഗത്ത്. സിനിമയിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. രാഖി അണിഞ്ഞിരിക്കുന്ന രംഗങ്ങൾ ബ്ലർ ചെയ്യണമെന്നും ആവശ്യമുണ്ട്. ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് എന്നീ സംഭാഷണങ്ങളും മ്യൂട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയാണ്. കോടതി എന്തു പറയുന്നോ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് സംവിധായകൻ വീര പ്രതികരിച്ചു. ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്മേലാണ് സെൻസർ ബോർഡ് വിചിത്ര നയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 15ഓളം കട്ടുകൾ വേണമെന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം. പ്രധാനമായും ഈ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂ. കാരണം കമ്മ്യൂണൽ ഇഷ്യൂസ് ഈ സിനിമ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സെൻസർ ബോർഡ് പറയുന്നത്. 15 ആവശ്യങ്ങളാണ് സെൻസർ ബോർഡ് മുന്നിട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ധ്വജപ്രണാമം എന്ന വാക്ക് മ്യൂട്ട് ചെയ്യണം. സംഘം കാവലുണ്ട് എന്ന വാക്ക് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് മ്യൂട്ട് ചെയ്യണം. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം അപ്പാടെ കട്ട് ചെയ്ത് കളയണം. ഈ നായിക പർദ്ദ ധരിച്ചെത്തുന്ന ഒരു രംഗമുണ്ട്, അത് കട്ട് ചെയ്ത് കളയണം. രാഖി കയ്യിലണിയുന്ന രംഗമുണ്ട്, ആ രാഖി ബ്ലർ ചെയ്യണം. തുടങ്ങി നിരവധി വിചിത്രമായ നയങ്ങളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. ഹാൽ എന്ന ചിത്രം പല കുറിയായി ഈ റിലീസ് തീയതി മാറ്റി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 10, അതായത് നാളെ ഈ ചിത്രത്തിന്റെ റിലീസ് വരേണ്ടിയിരുന്നതാണ്. എന്നാൽ സെൻസർ ബോർഡുമായിട്ടുള്ള ഈ തർക്കം കാരണം റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് എന്നതാണ് വാസ്തവം. എന്തായാലും സിനിമയുടെ സംവിധായകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതിൽ ബീഫ് ബിരിയാണി എന്ന് മെൻഷൻ ചെയ്യുന്നു, അതിൽ ബീഫ് ബിരിയാണി കഴിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ആ ഭാഗം ഫുൾ ആ സീൻ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ രാഗി ബ്ലർ ചെയ്യാൻ പറയുന്നു. ഗണപതി വട്ടം എന്ന് വളരെ ഒരു പ്രണയ ചിത്രമാണ്, ലവ് സ്റ്റോറിയാണ്. വളരെ രസകരമായി മുന്നോട്ട് പോകുന്ന ലവ് സ്റ്റോറിയിൽ വളരെ നർമ്മമുഹൂർത്തങ്ങൾ പലതുമുണ്ട്. നർമ്മമുഹൂർത്തത്തിൽ ചിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഭാഗങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ ഒരാൾ സൈഡിൽ നിന്ന് പറയും ഗണപതി വട്ടം, അതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യണം. ഒരു ഹീറോയിൻ പർദ്ദ ഇടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ പർദ്ദ ഇടാൻ പാടില്ല. പർദ്ദ
ഐഡൻറ്റിറ്റിനെ മറക്കുന്ന ഡ്രസ്സാണ്. ആ ഭാഗം പാടില്ല, കട്ട്, അങ്ങനെ വളരെ വിചിത്രം. ഇതെല്ലാം കട്ട് ചെയ്താൽ നമുക്ക് സിനിമ ഇറക്കാൻ പറ്റുമോ? ഷെയ്ൻ്റെ കരിയറിൽ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ട് റിലീസിന് എത്തുകയാണ് ഹാൽ. അതിനിടയിലാണ് റിലീസുമായി ബന്ധപ്പെട്ടുള്ള സെൻസർ ബോർഡിന്റെ തർക്കങ്ങൾ നിൽക്കുന്നത്. നമുക്കറിയാം, സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ മലയാള സിനിമയിൽ ഈ വർഷം തന്നെ ഉണ്ടായിരുന്നു. എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു സെൻസർ ബോർഡിൽ തർക്കങ്ങൾ. ഏറ്റവും ഒടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി ചിത്രവും സെൻസർ ബോർഡും തമ്മിലുണ്ടായ തർക്കങ്ങളും നമ്മുടെ മുന്നിൽ ഉള്ള നേർക്കാഴ്ചകളാണ്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഷെയ്ൻ നിഗം ചിത്രത്തിനുമേലും സെൻസർ ബോർഡിന്റെ വെട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി എങ്ങനെയായിരിക്കും നടപടി പോവുക, കേസിൽ എന്തായിരിക്കും ഹൈക്കോടതിയുടെ വിധി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും റിലീസ് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. റിലീസിന്റെ തീയതി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെയായിരുന്നു ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ സെൻസർ ബോർഡിന്റെ ഈ ഒരു തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ തന്നെ ഉയരുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടിയ ഭർത്താവിന്റെ നടപടി ന്യായീകരിക്കുന്നില്ല എന്ന് പ്രതി സനൂപിന്റെ ഭാര്യ. മകൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമായില്ല എന്ന തോന്നലിൽ ആകും സനൂപിനെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ചികിത്സാ നിഷേധം എന്ന കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി സൂപ്രണ്ട് തള്ളിക്കളഞ്ഞു. കുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകിയെന്നും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും സൂപ്രണ്ട് ആരോപിച്ചു. ഡോക്ടർക്ക് എതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ആരോഗ്യ പ്രവർത്തകർ പ്രക്ഷോഭം ശക്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗം ഒഴികെയുള്ള സേവനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പ്രതി സനൂപിനെ റിമാൻഡ് ചെയ്തു. ഡോക്ടറെ വെട്ടിയ ഭർത്താവിൻ്റെ ചെയ്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ലെങ്കിലും മകൾക്ക് നീതി ലഭിച്ചില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി സനൂപിൻ്റെ ഭാര്യ പറയുന്നു. മകളുടെ മരണശേഷം അങ്ങേയറ്റം മാനസിക നില തകരാറിലായ അവസ്ഥയിലേക്ക് സനൂപ് മാറിയിരുന്നു. പലപ്പോഴും രാത്രികളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. വീടിനു ചുറ്റും മകളുടെ പേര് വിളിച്ചു പറഞ്ഞ് അലറി വിളിച്ചു നടക്കുന്ന ഭർത്താവിനെയും ഭാര്യ ഓർമ്മിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മരണ കാരണം എന്താണ് എന്ന് സംബന്ധിച്ച ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ പോലും ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അമീബിക്ക് മസ്തിഷ്ക ജ്വരമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അനിവാര്യമാണ് എന്നും അവർ പറയുന്നു. അമീബിക്ക് എന്നുള്ള ഒരു എന്താ പറയുക ലേബിൾ ഒട്ടിച്ച കാരണം അത് നമുക്ക് മരിച്ചത് മാത്രമല്ല മരണശേഷം കുറെ അനുഭവങ്ങൾ വരാണ്. കാരണം കുട്ടീനെ പൊതുദർശനത്തിലുള്ള സ്കൂളാണ്. കുട്ടിക്ക് അമീബി കാണുന്ന ഒരു വൈറസാണ്, അത് പകരും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത കാരണം ഒരു സ്കൂളിൽ വെച്ചിട്ട് പോലും വളരെ തുച്ഛമായ ആൾക്കാർ, അത് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വരെ തന്നെ ആ കുട്ടീനെ വന്ന് കാണാനുള്ളൊരു പേടി, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളെന്ന നിലയിൽ അവള് പഠിച്ചു വളർന്നു. അവള് എന്നാൽ സനൂപിന്റെ ഭാര്യയുടെ ആക്ഷേപങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ആശുപത്രി സൂപ്രണ്ട്. ഒരു തരത്തിലുമുള്ള ചികിത്സാ പിഴവ് ആശുപത്രിയിൽ നേരിടേണ്ടി വന്നിട്ടില്ല. സാധാരണഗതിയിൽ ആരോഗ്യത്തോടെ ഒപിയിലാണ് ഈ കുട്ടി ചികിത്സയ്ക്ക് എത്തിയത്. അതിനുശേഷം രക്തപരിശോധന നടത്തി അതിന്റെ ഫലത്തിനായി കാത്തിരുന്നപ്പോഴാണ് രോഗം വഷളാവുന്ന സാഹചര്യം ഉണ്ടായത്. ഡോക്ടർമാർ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിച്ചിരുന്നു. ഈ തന്നെ വധിക്കാനായി എത്തിയ ഈ ശ്രമത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നും സൂപ്രണ്ട് പറയുന്നു. ഒപ്പം ഡോക്ടർക്ക് വെട്ടേറ്റതിന് തൊട്ട് പിന്നാലെ പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ച് ആഘോഷിച്ചവർ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഒപിയിൽ കാണിക്കുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല, ഒരു ക്യൂ ആയിരിക്കും. അതിനെ ഡിസ്പോസ് ചെയ്ത് ഡോക്ടർ വിടുകയാണ്. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ട് നടന്നു വന്ന കുട്ടിയാണ്. ഇന്നലെ ആ കുട്ടിക്ക് പനി ഉണ്ടായിരുന്ന മറ്റൊന്നും ചിലപ്പോൾ അവർ പറഞ്ഞൊന്നും എനിക്കറിയില്ല. വൊമിറ്റിംഗ് ആണ് പ്രിഡോമിനന്റ് സിംറ്റം. അതുകൊണ്ടാണ് ആ വൊമിറ്റിംഗിലുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടാബ്ലറ്റോ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് കൊടുത്തിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി കാഷ്വാലിറ്റിയിലേക്ക് റെഫർ ചെയ്തല്ല ഡോക്ടർ. ആ കുട്ടി ആ രീതിയിൽ സിക്കാണെങ്കിൽ നേരെ കാഷ്വാലിറ്റി പോയി കാണിക്കുക, അവിടെ ഇരുന്നാ പറയാം. അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ കുട്ടിക്ക് അതിന് ശേഷം വെള്ളമോ ഭക്ഷണമോ കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. വെയിറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ്. പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു. അത് ആ ഡോക്ടർക്ക് മാത്രം പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റേ ഡോക്ടറെ കാണിച്ചത്. അതും മറ്റേ ഡോക്ടറുടെ ഇന്റർഗേഷനിൽ ശേഷമാണ് എന്താണെന്ന് വെച്ചറിയാം. ഇനി കേഷ്വാലിറ്റിയുള്ള ബാക്കി സ്റ്റാഫിനോട് അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, അതൊക്കെ ആ കുട്ടിയുടെ അമ്മക്കാണ് കൂടുതലായിട്ട് അറിയാം. ഈ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമായിട്ട് ഡിലേ ഇല്ല. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലായി, ഇപ്പൊ നിങ്ങൾക്ക് മെൻജോഎൻസെഫലൈറ്റിസ് നിങ്ങൾക്ക് എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും അലയടിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രിയുടെയും പ്രവർത്തനം അങ്ങേയറ്റം താറുമാറാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കി. പ്രധാന ആശുപത്രികളൊക്കെ എല്ലാം അത്യാഹിത വിഭാഗം ഒഴിച്ച് മറ്റ് വിഭാഗങ്ങൾ ആശുപത്രികളിൽ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. പണിമുടക്കിയ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധ ധർണ നടത്തി. ആശുപത്രിയുടെ
പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതേസമയം വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർ വിപിന്റെ ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടു. അദ്ദേഹത്തിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിലും തലച്ചോറിനുള്ളിലേക്ക് മുറിവ് എത്താത്തതിനാൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവാത്ത ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ ഏറെ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്കും എത്തി. അദ്ദേഹത്തിന്റെ തലയിലേറ്റ മുറിപ്പാടുകൾ ഇന്നലെ തന്നെ അടിയന്തര ലഘു ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം പട്ടത്ത് സ്വകാര്യ ആശുപത്രിയിൽ രോഗിയായ ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കരകുളം സ്വദേശിയായ ജയന്തിയും ഭാസുരനുമാണ് മരിച്ചത്. ജയന്തിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭാസുരൻ ആശുപത്രിയിലെ 5ാം നിലയിലെ പടിക്കെട്ടിൽ നിന്ന് ചാടുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ പുലർച്ചെയായിരുന്നു തിരുവനന്തപുരം SUT ആശുപത്രി വെച്ച് ഭാര്യ ജയന്തിയെ ഭാസുരംഗൻ കഴുത്ത് ഞെരിച്ചു കൊന്നത്. ജയന്തി കിടന്നിരുന്ന ഇലക്ട്രിക് ബെഡിന്റെ ചാർജിംഗ് കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. തുടർന്ന് ഇയാൾ SUT ആശുപത്രിയിൽ തന്നെ കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് ഇതേ ആശുപത്രിയിൽ തന്നെ ICUവിൽ പ്രവേശിപ്പിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടയിലാണ് മരണത്തിന് കീഴടങ്ങിയത്. ഒക്ടോബർ 1-ാം തീയതി മുതൽ ഈ ഡയാലിസിസ് ആവശ്യങ്ങൾക്ക് ചികിത്സയടക്കം വേണ്ടി ഈ ഒരു SUT ആശുപത്രിയിൽ ജയന്തി അഡ്മിറ്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി വൃക്കരോഗ സംബന്ധമായ അസുഖങ്ങളും മറ്റസുഖങ്ങളും കാരണം ജയന്തി അവശത നേരിടുകയായിരുന്നു. ചികിത്സയ്ക്കും മറ്റും പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും മറ്റും ഭാസുരംഗൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇങ്ങനെയുള്ളൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ ഭാസുരംഗനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ രണ്ടുപേരുടെയും മൃതദേഹം SUT ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോലീസ് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മെഡിക്കൽ കോളേജ് പോലീസ് നിലവിൽ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോളുമായി ടോം ചേരും.